കാരണം നമ്മുടെ നാട്ടിൽ ഈ CCTV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട് എന്ന് പല ആൾക്കാരും പല രാഷ്ട്രീയക്കാരും ഓർക്കാറ് തന്നെയില്ല. ഇപ്പം നമ്മൾ കേട്ടു, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ബൈജു തെട്ടാല അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട്. അത് ധാർമ്മികതയോടും അതേപോലെ തന്നെ നിയമവാഴ്ചയോടും ബഹുമാനമുള്ള അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്ന വിദേശ രാജ്യത്തെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഡ്രൈവർ മേയർ വിഷയം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ നുണ പറഞ്ഞതായിട്ട് ഏതെങ്കിലും രീതിയിൽ തെളിഞ്ഞാലോ CCTVയുടെ തെളിവ് പുറത്തു വന്നാലോ പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഉദാഹരണത്തിന് ബസ്സിൻ്റെ മുന്നിലേക്ക് ഒരാൾ ചാടുമ്പോൾ അയാളെ അല്ലെങ്കിൽ കരിങ്കൊടി വീശി ഒരാൾ ഒരു ബസ്സിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ അയാളെ മാറ്റി ഒരു സൈഡിലേക്ക് നിർത്തി തല്ലി പഞ്ഞിക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷവും മുഖ്യമന്ത്രി പറഞ്ഞ പെരും നുണ എന്നത് അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാണ്. ഇപ്പം ഇത് പറയുന്നത് ചെറിയ ആളല്ല, വെറും ഒരു പാർട്ടിക്കാരനല്ല, നേരെ മറിച്ച് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ലോ മേക്കിങ്ങിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, ശ്രീ ബൈജു പറഞ്ഞു. നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ അവിടെ ഒരു വലിയ കയ്യാങ്കളി നടന്നിരുന്നപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ അതിൻ്റെതായി പുറത്തു വരുന്നു, വിവിധ ചാനലുകൾ അത് റെക്കോർഡ് ചെയ്യുന്നു. ഇതെല്ലാം പുറത്തു വരുന്ന സമയത്ത് ഇതൊന്നും തന്നെ ശരിയായ ദൃശ്യങ്ങളെ അല്ല എന്ന് കോടതിയിൽ വരെ പോയി പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ CCTV ആയാലും നുണയായാലും അത് തെളിവ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയക്കാർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഇവിടെ ശ്രീമതി ആര്യ രാജേന്ദ്രൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് പ്രിവിലേജ് ഒന്നും വേണ്ട മേയർ എന്ന രീതിയിൽ, നേരെ മറിച്ച് ഒരു സാധാരണ സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. അതേപോലെ തന്നെ എന്നോടൊപ്പമുള്ളയാളും മേയർ അല്ലല്ലോ, ഒരു സാധാരണ സ്ത്രീയാണ്, സഹോദരൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരിവിടെ മേയർ എന്ന നിലയ്ക്കുള്ള പ്രിവിലേജ് അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞു പരാതി കൊടുത്തിരിക്കുന്നതിൽ മേയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി അതല്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ സ്ത്രീ എന്ന നിലയ്ക്ക് മേയർ എന്നുള്ള പ്രിവിലേജ് ഇല്ലാതെയാണ് അവരിത് ചെയ്തിരുന്നത് എങ്കിൽ മറ്റുള്ള സാധാരണ സ്ത്രീകൾക്കും ഇങ്ങനെ ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ശ്രീമതി ആര്യ രാജേന്ദ്രൻ പറയണം, ശ്രീ സച്ചിൻ ദേവ് പറയണം, ശ്രീ A. റഹീം പറയണം, ഗതാഗത മന്ത്രിയും പറയണം. കാരണം നമ്മൾ ഒക്കെ തന്നെ ഇതുപോലെ പൊതുനിരത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ സ്ത്രീകളുണ്ട്. ഈ ബസ്സിന് സൈഡ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കും ഈ ഡ്രൈവർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അംഗവിക്ഷേപം കാണിച്ചു എന്ന് തോന്നിയാൽ, പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട, അങ്ങനെ തോന്നിയാൽ തന്നെ നമുക്കും വണ്ടി അവിടെ കൊണ്ടുവന്ന് വട്ടമിടാം, ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാം, വണ്ടിയെ തടയാം, അവിടെയുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോകണം എന്ന് വാശി പിടിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കും പോലീസ് നമ്മുടെ ഒപ്പം വരണം, ബസ്സിനെ ഇതേപോലെ തന്നെ അടുത്ത ഡിപ്പോയിലേക്ക് വിടണം, ആ ട്രാവൽ അവിടെ തന്നെ ആ ട്രിപ്പ് അവസാനിക്കണം, മറ്റുള്ള ആൾക്കാരെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ല. എല്ലാവരും അപ്പന സ്വന്തം നിലയ്ക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകുന്നു. പകലാണോ രാത്രിയാണോ എന്നുള്ള വ്യത്യാസമില്ല. KSRTCയുടെ വിജിലൻസ് വരുന്നു, മറ്റുള്ള ആൾക്കാർ വരുന്നു, അന്വേഷണം നടക്കുന്നു, മെമ്മറി കാർഡ് കാണുന്നില്ല. ഇത് തന്നെ നടക്കണം. അപ്പോൾ ഇത് മറ്റുള്ള ആൾക്കാരും പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരും സാധാരണ സ്ത്രീകളും ചെയ്തോട്ടെ എന്ന രീതിയിലേക്കുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ഈ മേയറുടെ ഭാഗത്തു നിന്നോ MP-യുടെ ഭാഗത്തു നിന്നോ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമോ? ഉണ്ടാവില്ല എന്ന് നമുക്ക് നിശ്ചയമായിട്ട് പറയാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടതുവശം എന്ന് പറയുന്നത് ഭാഗത്തൂടെ വന്ന് ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിയമലംഘനമാണ്. വണ്ടി വട്ടം വെക്കുക KSRTC ബസ്സിന് എന്ന് പറയുന്നത് നിയമലംഘനമാണ്. സീബ്ര ലൈനിൽ നിർത്തുക. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പല ആൾക്കാരും ഇടതുപക്ഷത്തെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഡ്രൈവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കേസെടുക്കാത്തതിന്റെ കാരണം അതൊരു കൗണ്ടർ കേസ് എന്ന രീതിയിലത്തേക്ക് മാത്രം കാണുന്നത് കൊണ്ടാണ് എന്ന്. ശരി, അത് തനിക്കെതിരെ ഒരു കേസ് വരുന്നു, ആ സമയത്ത് ഒരു കൗണ്ടർ കേസ് കൊടുക്കുകയാണ് എന്ന് വെച്ചോളൂ. പക്ഷെ അതിൽ മെറിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെറിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടത് ഈ പറയുന്നത് പോലെയുള്ള CCTV വിഷ്വൽസ് ആണ്. ഇതെന്തായാലും ആ ഡ്രൈവർ വ്യാജമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ലല്ലോ. ഇപ്പൊ വിനു പറഞ്ഞതുപോലെ സീബ്ര ലൈനിൽ ഇടതുവശത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു വണ്ടി കുറുകെ അവിടെ നിർത്തിയതിനു ശേഷം അവിടെ ഇറങ്ങി തർക്കം നടത്തുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ എടുക്കേണ്ടുന്ന പോലീസ് എവിടെയാണ്? MVD എവിടെയാണ്? അപ്പൊ അവരാരുമില്ല. ഇവരൊക്കെ ഈ പോലീസ് മാമന്മാരും MVD മാമന്മാരും ഒക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരിങ്ങനെ റീൽസ് എടുക്കും. റീൽസ് എടുത്തതിന് ശേഷം നിങ്ങൾ ഹെൽമെറ്റ് ഇടൂ, സീറ്റ് ബെൽറ്റ് വെക്കൂ, ഹെൽമെറ്റ് ഇടൂ, സീറ്റ് ബെൽറ്റ് ഇടൂ, അതേപോലെ തന്നെ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, റോഡിൽ വെച്ച് തർക്കത്തിന് പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഈ അവബോധനം ഒക്കെ നടത്തും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഏമാന്മാർ ഇവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല.